മണിപ്പൂരിൽ ബസ് സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. സംഘർഷബാധിത മേഖലകളിലേക്കടക്കം ബസ് സർവീസുകൾ ഉണ്ടാകും. സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലായിരിക്കും ആദ്യ സർവീസുകൾ. വിനീത വി.ജി. ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനീത, ഏറെ നാളുകളിലെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പൊതുഗതാഗതം എന്ന നിലയിൽ ബസ് സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത് പൂർണ്ണതോതിൽ ആരംഭിക്കാൻ തന്നെയാണോ തീരുമാനം? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരിക്കും ബസ് സർവീസുകൾ പുനരാരംഭിക്കുക? ഇത് മണിപ്പൂരിന്റെ സാധാരണ ജീവിതം തിരികെ വന്നിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറെ നാളായി ഈ കുക്കി മെയ്തേ വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ പരസ്പരം അവർക്ക് യാത്രാ നിയന്ത്രണവും മറുവശത്തേക്ക് പോകുന്നതിനൊക്കെയുള്ള പരിമിതികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം അവിടെ തുടരുകയാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ ഇടങ്ങളിലേക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ പ്രത്യേക ഉന്നതതല യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തി പിന്നാലെയാണ് ഇപ്പോൾ ഇംഫാലിൽ നിന്ന് ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ ആദ്യ സർവീസ് ആരംഭിച്ചു എന്നാണ് നമുക്ക് മണിപ്പൂരിൽ നിന്നും ലഭ്യമാവുന്ന വിവരങ്ങൾ. ഈ ഇംഫാലിൽ നിന്ന് ഈ കുക്കി മേഖലകളിലേക്കായിരുന്നു ഇന്ന് സേനാപതി ഉൾപ്പെടെയുള്ള കുക്കി മേഖലകളിലേക്കായിരുന്നു ഇന്ന് ആദ്യ സർവീസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ യാത്രക്കാർ കുറവായിരുന്നു എന്നാണ് നമുക്ക് ഈ മണിപ്പൂരിൽ നിന്നും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഈ ആദ്യ സർവീസുകളൊക്കെ ഈ പ്രശ്നബാധിത മേഖലകളിൽ കഴിഞ്ഞ സംഘർഷങ്ങളൊക്കെ ഉണ്ടായ മേഖലകളിലേക്കൊക്കെ തന്നെ ഈ ആദ്യ സർവീസുകൾ പോകുമ്പോൾ സുരക്ഷാ സേനയുടെ ഉൾപ്പെടെയുള്ള ഒരു നിരീക്ഷണം ആ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മറ്റെല്ലാ മേഖലകളിലേക്കും സാധാരണ രീതിയിൽ പോലെ തന്നെ ഈ യാത്രാ സൗകര്യം ഉറപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബുധനാഴ്ചയോടെ ഇനി ഹെലികോപ്റ്റർ സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ട്. ഈ സർവീസുകൾ ആരെങ്കിലും മുടക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് സുരക്ഷാ സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഇപ്പോൾ ഈ യാത്രാ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. വിനീത വി.ജി. ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.